प्रिय बच्चे, आप कैसे हैं? सभी खुश है ना? ओके। पिछले कक्षा में हमने गांधी जी कैसे बने नामक एक लेख के बारे में परिचय किया। किसने लिखा है? स्वयं प्रकाश नामक एक लेखक ने लिखा है। उसमें गांधी जी बच्चे होते समय, बचपन होते समय गांधी जी को अंधेरे को बहुत डरते। उनका विचार यही था कि अंधेरे में कोई भूत आकर उसे पकड़ लेगा, लेकिन बड़े होने के बाद अंग्रेजी हुकुम उनसे डरने लगे। അതായത് ചെറിയ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ടിനെ പേടിയായിരുന്നു. ഇരുട്ടിലെ ഏതെങ്കിലും ഭൂതം വന്ന് അദ്ദേഹത്തെ പിടിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. എന്നാൽ വലുതായതിനു ശേഷം അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നമ്മുടെ ഗാന്ധിജിയെ പേടിയായി മാറി. അവരുടെ സങ്കല്പത്തിൽ ഗാന്ധിജി ഒരു ഭൂതമാണെന്ന് അവർക്ക് തോന്നി. ആ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ कटियावाड़ हाई स्कूल में उन्हें पहली कक्षा में भर्ती होते समय उनका उम्र 11 वर्ष का था। उस समय उन्होंने इतिहास, भूगोल, गणित और अंग्रेजी विषय पढ़ते थे। उनका कक्षा में उनका स्थान 34 बच्चों में 32वें स्थान पर है। 2 विषयों में उनको 0 मिला। कटियावाड़ हाई स्कूल के पढ़ाई के बाद उन्होंने इंग्लैंड में पढ़ने गए। उस समय उनको बहुत सारे कपड़े सिलवाए। दक्षिण अफ्रीका में कुर्ता धोती उन्हें पहनने लगे। उसके बाद उन्हें भारत आए। एक दिन मदुरै में एक भाषण देने के लिए गए। तब उसने एक दृश्य देखा। एक तालाब में एक स्त्री एक भाषण देने के लिए गया। उस समय उन्होंने एक दृश्य देखा, एक तालाब में एक स्त्री अपने धोती पहनने का। ओके, अब देखिए पेज नंबर 37, फर्स्ट पैराग्राफ। वहां एक औरत को देखा जो तालाब में अपनी धोती धो रही थी। അദ്ദേഹം ഒരു കുളത്തിലെ ഒരു സ്ത്രീ അലക്കുന്നത് കണ്ടു. എന്തായിരുന്നു? ലേക്കിൻ കേസേ, എന്നാൽ എങ്ങനെയായിരുന്നു? ആദി പെഹൻതി थी, ഒരു ഭാഗം ധരിച്ചിട്ടുണ്ടായിരുന്നു അവള്. അവർ ബാക്കി ആദ്യം ധോത്തി थी, അതിന്റെ മറുഭാഗമാണ് അവള് വാഷ് ചെയ്തിരുന്നത്. ഫിർ ദുലി ഹുയി കോ, എന്നാൽ വാഷ് ചെയ്ത ഭാഗത്തെ പെഹൻ ലേത്തി थी, വീണ്ടും അവൾ ധരിക്കുകയും. അവർ ശേഷ് കോ ധോത്തി थी, വീണ്ടും അതിന്റെ വാഷ് ചെയ്യാത്ത ഭാഗം വീണ്ടും അവള് കഴുകുകയും ചെയ്തിരുന്നു. ഉസ്കി ഹാലത് ദേക്കർ, അവർക്ക് ഹാലത് ദേക്കർ, ആ സ്ത്രീയുടെ അവസ്ഥ കണ്ടപ്പോ ഗാന്ധിജി ഭീതർ തക്ക് ഹിൽ ഗയി, ഗാന്ധിജിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഉസി സമയം, അങ്ങനെ ഉസി സമയം, ആ സമയത്ത് ഉന്നോനെ ഫൈസല കർ ലിയ, അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഡിസിഷൻ എടുത്തു. ഫൈസല മീൻസ് ടു ടേക്ക് ഡിസിഷൻ അല്ലെ. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. അതെന്തായാലും തീരുമാനം? അബ് ഗരീബ് औरत की हालत देखते समय ഗാന്ധിജി ने किस ഫൈസല कर लिया, ഏത് ഡിസിഷനാണ് അദ്ദേഹം എടുത്തത്? അബ് സിർഫ് ഏക് ധോത്തി ഹി പെഹനൂംഗാ, അല്ലെ. അദ്ദേഹം അന്ന് മുതല് ഒരു ഒറ്റ മുണ്ട് മാത്രമേ ധരിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഡിസിഷനാണ് അദ്ദേഹം എടുത്തത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തോളാം. ബാദ്മേ ഗോൾമേൽ സമ്മേളൻ കെ ലിയെ ലണ്ടൻ ഗയി, അതിനുശേഷം അദ്ദേഹം ചെയ്തു ഗോൾമേൽ സമ്മേളൻ കെ ലിയെ, വട്ടമേശ സമ്മേളനത്തിന് വേണ്ടി അദ്ദേഹം ലണ്ടനിലേക്ക് പോയി. വഹാം തോ ഖൂബ് സർദി പഠിത്തി ഗയി, അവിടെയാണെങ്കിൽ വളരെയധികം സർദി മീൻസ് കോൾഡ്, തണുപ്പായിരുന്നു. തോ വഹാം കെ ബच्चे പൂछते थे, അദ്ദേഹത്തെ കണ്ടപ്പോ അവിടുത്തെ കുട്ടികൾ ചോദിച്ചു, ബാബ തുമാരി പത്ലുൻ കഹാ ഗയി, ബാബ തുമാരി പത്ലുൻ, നിങ്ങളുടെ പാന്റും കോട്ടൊക്കെ എവിടെ പോയി? ഗാന്ധിജി ഉന്നെ കോയി ജവാബ് नहीं देते थे, ഗാന്ധിജി ആട്ടെ കുട്ടികളോട് ഒരു മറുപടിയും, ജവാബ് മീൻസ് ആൻസർ, മറുപടി ഒന്നും പറയാതെ ബസ് ആൻസർ ले जाते थे, ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തോളൂ. लेकिन जब रानी से मिलने गए तो रानी के दरबार में इसे जाना तो, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? റാണി സെ മിൽനെ ഗയെ തോ, റാണിയെ കാണാൻ വേണ്ടി പോയി. റാണിക്ക് ദർബാർ മേ ഇസെ ജാന,
ജാനാത്തോ റാണിയുടെ ദർബാർ റോയൽ കോർട്ടിലേക്ക് അദ്ദേഹം ജാനാത്തോ പോയപ്പോ അതർക്കായതേക്ക് അവിടെ പാലിക്കേണ്ട മര്യാദക്ക് ഗിലാഫ്ത എഗൻസ്റ്റ് ആയിരുന്നു അദ്ദേഹം പോയത്. ഇങ്ങനെയായിരുന്നു കോട്ടും സൂട്ടും ധരിക്കാതെ ധരിച്ചു പോവുകയാണ് മര്യാദയ്ക്ക് വിപരീതമായിട്ട് അദ്ദേഹം ഒറ്റമുണ്ട് എടുത്തിട്ടാണ് അവിടേക്ക് പോയിരുന്നത്. तो किसी ने पूछा कि इतने कम कपड़ों में दरबार में कैसे जाओगे? तो ആ സമയത്ത് കിസിനെ പൂച്ച ആരോ ചോദിച്ചു, ഒരു വ്യക്തി ചോദിച്ചു എന്താണ് ഇത്തനെ കം കപ്പടവുമേ, ഇത്രയും ലളിതമായ ഡ്രസ്സില്, അതായത് ഒറ്റമുണ്ടെടുത്തിട്ട് ദർബാർമേ കേസേ ജാവോഗെ, ഈ റോയൽ കോർട്ടിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? തോ ബോലെ, അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഗാന്ധി പറഞ്ഞു എന്താണ് ഫിക്കർ മത്ത് കരോ, ഡോണ്ട് വെറി, അല്ലേ, നീ എന്താണ് പരിഭ്രമിക്കൊന്നും വേണ്ട, എന്താണ് തുമാരെ രാജാനെ, നിങ്ങളുടെ കിങ്, ഹം ദോനോം കെ ബരാബർ, ഞങ്ങൾ രണ്ടുപേർക്കും വേണ്ട കപ്പടെ ഡ്രസ്സ് അക്കേലേഹി, അദ്ദേഹം ഒറ്റയ്ക്ക് പെഹൻ്റെ കെ ഹോങ്കെ ധരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ഡ്രസ്സിങ്ങിലുള്ള ആഡംബരം അദ്ദേഹം അവിടെ തുറന്നു കാണിക്കുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. गांधी जी लिखते थे एक बढ़िया पेन से, वह पेन एक दिन चोरी चला गया, लिखने बैठे और पाया कि पेन तो है ही नहीं. उसी समय एक बच्चे ने अपनी पेंसिल दे दी कि लो बाबा इसे लिख लो. उन्होंने लिखकर देखा कि अरे वाह, इससे तो अच्छा लिख जाता है और स्याही वगैरह भरने का झंझट भी नहीं. तो तय कर लिया कि अब पेंसिल से ही लिखेंगे और पेंसिल से उन्होंने पहली चिट्ठी किसे लिखी जानते हो? भारत के वाइसरॉय को. ഗാന്ധിജി ലിഖ്തേ തെ ഏക് ബഡിയ പെൻസെ, ഗാന്ധിജി ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള പെണ്ണുകൊണ്ടാണ് എഴുതിയിരുന്നത്. വോ പെൻ ഏക് ദിൻ, ആ പെൻ ഒരു ദിവസം ചോരി ചലാഗയ, മോഷണം പോയിട്ടുണ്ടായിരുന്നു. ലിഖിനെ ബൈറ്റെ, അങ്ങനെ അദ്ദേഹം എഴുതാനിരുന്നു. അവർ പായാക്കി, അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് പെൻ തോ ഹേ ഹി നെഹി, പെൻ അവിടെ ഇല്ല എന്ന കാര്യം. ഉസി സമയം ഏക് ബച്ചേനെ, ആ സമയത്താണ് ഒരു കുട്ടി അപ്പിനി പെൻസിൽ ദേദി, തൻ്റെ പെൻസില്, താൻ യൂസ് ചെയ്തിരുന്ന പെൻസില് ദേദി അദ്ദേഹത്തിന് കൊടുത്തു. കി, എന്നിട്ട് എന്താ പറഞ്ഞത്, ലോ ബാബ ഇസ്സെ ലിഖ്ഡോ, ഇതെടുത്തോളൂ ബാബ, എന്നിട്ട് ഇതുകൊണ്ട് ലിഖ്ലോ, എഴുതിക്കോളൂ. ഉന്നോനെ ലിഖർ ദേക്ക, അദ്ദേഹം എഴുതി നോക്കി. കി, അതായത് അരേ വാ, എഴുതിയപ്പോൾ അദ്ദേഹത്തിന് നല്ല ഗുഡായി തോന്നി. ഇസ്സെ തോ അച്ഛാ ലിഖ ജാത്താ ഹെ, ഇതുകൊണ്ട് ഹാൻഡ് റൈറ്റിങ് അച്ഛാ ലിഖ ജാത്താ ഹെ, നന്നായിട്ട് തോന്നി അദ്ദേഹത്തിന്. और स्याही वगैरह भरने का झंझट भी नहीं, അതുപോലെ സ്യാഹി മീൻസ് ഇങ്ക്, മഷി, അതുപോലെ വഗൈരഹ് മുതലായവ, ഭർണേക്ക ജഞ്ചട്ട്, നിറയ്ക്കാനുള്ള ജഞ്ചട്ട്, ഒരു പ്രയാസമൊന്നും ഇതിന് ബിനഹിം, ഇല്ലതാനും. തോ തൈക്കർ ലിയാക്കി, അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഡിസിഷൻ എടുത്ത് എന്താ എടുത്തത്, അബ് പെൻസിൽ സെ ഹി ലിഖെങ്കി, ഇനി ഞാൻ എന്ത് ചെയ്യൂ, പെൻസിൽ കൊണ്ട് മാത്രമേ എഴുതൂ. അവർ പെൻസിൽ സെ ഉന്നോനെ പെഹലി ചിട്ടി, അങ്ങനെ അദ്ദേഹം പെൻസിൽ സെ, തൻ്റെ പെൻസിൽ കൊണ്ട് പെഹലി ചിട്ടി, ആദ്യത്തെ ലെറ്റർ, ചിട്ടി മീൻസ് ലെറ്റർ, കിസെ ലിഖി ജാൻതേ ഹോ, ആർക്കാണ് എഴുതിയെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഭാരത് കെ വൈസ്രോയ്ക്ക്, അന്നത്തെ വൈസ്രോയി ആയിട്ടുള്ള ഭാരതത്തിലെ വൈസ്രോയ്ക്കാണ് അദ്ദേഹം ലെറ്റർ എഴുതിയത്. नेक्स्ट पैराग्राफ. लिखते लिखते पेंसिल छोटी हो जाती तो उस पर कागज़ की बोंगली लगाकर धागे से बांध लेते. लिखते लिखते, എഴുതിയിട്ട് പെൻസിൽ ചോട്ടി ഹോ ജാത്തി, तो പെൻസിൽ ചെറുതായപ്പോൾ ഉസ് പർ, അതിനെ, ആ പെൻസിലിനെ, കാഗസ് മീൻസ് പേപ്പറിൻ്റെ ബൗങ്കളി ലഗാക്കർ, ഒരു ചുരുള് ഉണ്ടാക്കിയിട്ട്, ധാഗേസെ, ആ പെൻസിലിനെ ധാഗേസെ, ത്രെഡ് കൊണ്ട്, നൂലുകൊണ്ട്, ബാന്തിലേത്ത്, അതിനെ കെട്ടി വെച്ചിട്ട് അതിനെ മാക്സിമം അദ്ദേഹം ഇത് യൂട്ടിലൈസ് ചെയ്തു പെൻസിലിനെ. ദറസൽ ഇൻ സബ്കെ പീച്ചെ കോയി സനക് നെഹിം, ദറസൽ മീൻസ് റിയൽ, യഥാർത്ഥത്തിൽ ഇൻ സബ്കെ പീച്ചെ, അദ്ദേഹം ഇതൊക്കെ ചെയ്തതിന് പിന്നിൽ കോയി സനക് മീൻസ് മാഡ്, യാതൊരു ഭ്രാന്തും അല്ലായിരുന്നു. ബൾക്കി, മറിച്ച് ഗാന്ധിജിക്ക് ഏ സോച്ച്തി, ഗാന്ധിജിയുടെ വിചാരം ഇതായിരുന്നു, അതായത് ജബ് ആപ്കെ ദേശ് കെ അധികാംശ ലോക്, നിങ്ങളുടെ രാജ്യത്തിലെ അധികാംശ ലോക്, ഭൂരിഭാഗം ആളുകളും എന്താണ്, ഗരീബ് ഹോത്തോ, ദരിദ്രരാണ് എങ്കിൽ, ആപ്കോ, നിങ്ങൾക്ക് ഫിജൂൽ ഗർജി ഔർ ദിക്കാവ നഹീ കർനാ ചാഹിയെ, നിങ്ങൾക്ക് ഫിജൂൽ ഗർജി, എന്താ ഫിജൂൽ ഗർജി, അധിക ചെലവും, ദിക്കാവ എന്ന് പറഞ്ഞാൽ ആഡംബരവും, നഹീം കർനാ ചാഹിയെ, നിങ്ങൾ കാണിക്കരുത്, അത് കാണിക്കാനായത്, അതായത് വൈസ്രോയി അന്ന് ഭരിക്കുന്ന വൈസ്രോയിയുടെ സമയത്ത് ആ ആളുകളുടെ അവസ്ഥ ഇതായിരുന്നു. ഈ അവസ്ഥ പാവപ്പെട്ട അല്ലെങ്കിൽ അഭാവത്തിൻ്റെയൊക്കെ അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ജനങ്ങളുടെ ദാരിദ്ര്യ അവസ്ഥ ഈ വൈസ്രോയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് അദ്ദേഹം എന്ത് ചെയ്തത്, തുനിഞ്ഞത്.
अगर आप सचमुच പിന്നെ അദ്ദേഹം എന്താ എഴുതിയത് अगर आप सचमुच अपने देश और देशवासियों से प्यार करते हैं तो अगर ഒരുപക്ഷെ ആപ്പ് നിങ്ങൾ സച്ച്മുച്ച് യഥാർത്ഥത്തിൽ अपने देश और देशवासियों से നിങ്ങൾ ഭരിക്കുന്ന ഈ രാജ്യത്തെയും അതുപോലെ രാജ്യത്തിലെ ദേശവാസിയും സെ ജനങ്ങളെയും പ്യാർ കർത്തേ ഹേ തോ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആപ്കോ താങ്കൾക്ക് കംസേ കമ്മേ കാം ചലാനാ ചാഹിയെ വളരെ ചുരുങ്ങിയ ലളിതപരമായിട്ടുള്ള ലാളിത്യത്തിൻ്റെ ലളിതപരമായിട്ട് താങ്കൾക്ക് ജീവിക്കാൻ സാധിക്കും. കാം ചലാന ചാഹിയെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. और सादगी का महत्व समझना चाहिए എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും സാദഗി മീൻസ് സിമ്പിൾ ലാളിത്യത്തിൻ്റെ ആ മഹത്വം സമജ്ന ചാഹിയെ നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. ലളിതപരമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള ആ ഒരു മഹത്വം നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. ആ ബഡേ ബനേങ്കെ അവർ കഹലായെങ്കെ ഇനി അദ്ദേഹം പറയണം നമ്മളോട് ആപ്പ് നമ്മളെല്ലാവരും അല്ലേ നമ്മൾ ബഡേ ബനേങ്കെ വലുതാകും അവർ കഹലായെങ്കെ എന്നിട്ടെന്ത് ചെയ്യും പറയിപ്പിക്കപ്പെടും അല്ലേ നമ്മൾ പറയപ്പെടും നമ്മളെക്കുറിച്ച് പറയപ്പെടും. അപ്പനെ വിചാരോം സേ നമ്മുടെ സ്വന്തം വിചാരോം സേ നല്ല ചിന്തകളിലൂടെ അവർ അപ്പനെ കാംസേ നമ്മുടെ പ്രവർത്തനത്തിലൂടെ നക്കി പിന്നെ എന്തല്ല നമ്മളെങ്ങനെയാണ് വലുതായി നല്ല രീതിയിൽ പറയപ്പെടുക നമ്മുടെ അച്ഛേ വിചാരോം സേ അവർ അപ്പനെ അച്ഛേ കാംസേ നല്ല പ്രവൃത്തിയിലൂടെയും നല്ല ചിന്തയിലൂടെയും നമ്മൾ എന്താണ് നല്ലതാണെന്ന് പറയപ്പെടുന്നത്. പിന്നെ എന്താ പറയുന്നത് നക്കി ഇതല്ല ഏതിലൂടെയല്ല അപ്പനെ കപ്പടോം സേ നിങ്ങളെ ഡ്രസ്സിങ് സ്റ്റൈലിലൂടെ അല്ല ആഡംബരം നിറഞ്ഞ ഡ്രസ്സ് ധരിച്ചുകൊണ്ടോ നമ്മളെന്താവില്ല വലിയവനാകുന്നില്ല. നമ്മളെ അച്ഛേ വിചാരോം സേ നല്ല ചിന്തയിലൂടെയും അച്ഛേ കാമോം സേ നല്ല പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ വലിയ വ്യക്തികളാവുന്നത്. एक बार तो उनकी प्रार्थना सभा में कुछ अमीर आदमी सज धज कर आ गए तो गांधी जी ने उन्हें टांट दिया. एक बार ഒരിക്കൽ ഉൻകി പ്രാർത്ഥനാ സഭാമേ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ കുച്ച് കുറച്ച് അമീർ ആത്മി റിച്ച് പേഴ്സൺ അല്ലേ അമീർ ആത്മി കുറച്ച് സമ്പന്നരായിട്ടുള്ള ആളുകൾ സജിദജ്കർ ആകയെ നല്ല സജിദജ്കർ നന്നായി ഒരുങ്ങി കെട്ടിയിട്ട് അവർ ഗയത്തോ പോയി ഗാന്ധിജിനെ ഉന്നെ ടാണ്ട് ദിയ അപ്പോൾ അവരെ കണ്ടപ്പോൾ ഗാന്ധിജി അവരെ ടാണ്ട് ദിയ ഷൗട്ട് ചെയ്തു വഴക്ക് പറഞ്ഞു. जैन धर्म में भी अपरिग्रह पर काफ़ी जोर दिया गया है. जैन धर्म में भी ജൈന മതത്തിൽ പോലും അപരിഗ്രഹ പർ എന്താ അപരിഗ്രഹ പറഞ്ഞാൽ അന്യൻ്റെ മുതൽ അതായത് അനാവശ്യമായിട്ട് വസ്തുക്കൾ കൈവശം വെക്കുക അതല്ലേ ആ അപരിഗ്രഹ എന്ന അതിൽ കാഫി ജോർ ദിയാ ഗയാ ഹെ അനാവശ്യ വസ്തുക്കൾ നമ്മൾ കൈവശം വെക്കുക എന്നുള്ള അതിന് എതിരായിരുന്നു ജൈനമതം പോലും. അപരിഗ്രഹ യാനി ഫാൽത്തു കി ചീസ് ജമാ മത് കരോ അപരിഗ്രഹ യാനി അതായത് അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ ഫാൽത്തു കി ചീസ് ജമാ മത് കരോ അല്ലേ മറ്റു അനാവശ്യ വസ്തുക്കൾ നമ്മൾ കൈകളിൽ വെക്കരുത് അതായത് നമുക്ക് ആവശ്യം ഇല്ലാത്ത വസ്തുക്കൾ നമ്മൾ കൈകളിൽ വെക്കരുത്. ബസ് ഗാന്ധിജിക്കോ തോ ജഹാം ബി കുച്ച് അച്ഛ ലഗ ഗാന്ധിജിക്കാണെങ്കിൽ അങ്ങനെ അത് നല്ലൊരു അഭിപ്രായമായിട്ട് ഇത് തോന്നുന്നില്ല. അപ്നാ ലേത്തേത്തെ തോ ഉन्होंने അപരിഗ്രഹോ ബി അപ്നാ ലിയ അങ്ങനെ അദ്ദേഹം അപരിഗ്രഹ എന്നുള്ള കാര്യം അതായത് അവശ്യ സാധനങ്ങൾ മാത്രം സ്വായത്തമാക്കുക എന്നുള്ള ഒരു കാര്യത്തെ അദ്ദേഹം അപ്നാ ലിയ അദ്ദേഹം സ്വായത്തമാക്കി. ഓക്കെ ഗാന്ധിജിക്ക് തീൻ ബന്ദർ ബഹുത്ത് മഷൂർ ഹെ ഗാന്ധിജിയുടെ ആ 3 കുരങ്ങന്മാർ വളരെയധികം മഷൂർ ഹെ പ്രശസ്തമാണ്. യഹ് ദർ അസൽ എക് ഗിലോന ത അത് യഥാർത്ഥത്തിൽ എക് ഗിലോന ടോയ്സ് ആയിരുന്നു. जो कुछ चीनी बच्चों ने गांधी को बेंड किया था ആ ടോയ്സ് കുരങ്ങന്മാരുടെ ടോയ്സ് ഗാന്ധിജിക്ക് ചൈന കുട്ടികളാണ് ഒരു ഗിഫ്റ്റായിട്ട് നൽകിയിരുന്നത്. ലേക്കിൻ ഗാന്ധിജിനെ ഉനെ എന്നാൽ ഗാന്ധിജി അവയെ അപ്പനെ ജീവൻ കാ സാത്തി ബനാലിയ തൻ്റെ ജീവിതത്തിൻ്റെ സാത്തികളായി തീർന്നു. സാത്തി എന്ന ഫ്രണ്ട്സ് അതായത് ആ 3 കുരങ്ങന്മാർ ഒന്ന് എന്താണ് വായ അടച്ചിട്ടുള്ളത് ഒന്ന് കണ്ണ് അടച്ചിട്ടുള്ളത് ഒന്ന് ചെവി അടച്ചിട്ടുള്ളത്. അപ്പോൾ ചെവി അടച്ച കാര്യങ്ങൾ കുരങ്ങൻ എന്താണ് സൂചിപ്പിക്കുന്നത് തിന്മയെ കേൾക്കരുത് അല്ലേ തിന്മയെ കേൾക്കരുത് തിന്മയെ കാണരുത് കണ്ണടച്ചത് തിന്മയെ കാണരുത് അതുപോലെ തിന്മയും മറ്റുള്ളവരുടെ കുറ്റം പറയുകയും ചെയ്യരുത് എന്നാണ് വായ അടച്ചിരിക്കുന്ന ആ കുരങ്ങൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ കുരങ്ങന്മാരെ ഫ്രണ്ട്സ് ആക്കി എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം എന്ത് ചെയ്യില്ല തിന്മ പറയുകയോ കേൾക്കുകയോ കാണുകയോ അദ്ദേഹം ചെയ്തില്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ
ജബ് ധോത്തി പെഹന്നി ശുരു കർ ദി തോ ജേബ് ഘടി കഹാം ഗിരകെ. അങ്ങനെ ഒരു പ്രശ്നം കൂടി വന്ന് എന്താണ്, ജബ് ധോത്തി പെഹന്നി ശുരു കർ ദി, അദ്ദേഹം ഒറ്റമുണ്ട് എടുക്കാൻ തുടങ്ങിയ സമയത്ത് ജേബ് ഘടി, ദ ജേബ് ഘടി, ജേബ് മീൻസ് പോക്കറ്റ്, ജേബ് ഘടി, ഘടി മീൻസ് വാച്ച്, ജേബ് ഘടി എന്ന് പറഞ്ഞാൽ പോക്കറ്റ് വാച്ച്, കഹാം രകെ പോക്കറ്റ് വാച്ച് അദ്ദേഹം എവിടെ വെക്കും, ഒരു പ്രശ്നം വന്നു. തോ ഉസേ കമർമേ ലഡ്കാന ശുരു കർ ദിയ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഉസേ അതിനെ, ആ പോക്കറ്റ് വാച്ചിനെ അദ്ദേഹം കമർമേ അരക്കെട്ടിലെ ലഡ്കാന ശുരു കർ ദിയ, തൂക്കിയിടാൻ തുടങ്ങി. ഓക്കെ. इस तरह गांधी जी धीरे धीरे वैसे गांधी जी बन गए जैसा आजकल हम उन्हें उनके चित्रों में देखते हैं. इस तरह ഇപ്രകാരം ഗാന്ധിജി ധീരെ ധീരെ മെല്ലെ മെല്ലെ വൈസെ ഗാന്ധിജി ബൻ ഗയേ, അപ്രകാരമുള്ള ഗാന്ധിജിയെ തീർന്നു. എപ്രകാരമുള്ളത്, ജൈസ എപ്രകാരമാണോ, ആജ്കൽ ഈയിടെ, ഇന്ന്, ഹം ഉനെ നമ്മൾ അദ്ദേഹത്തെ, ഉൻകെ ചിത്രോമേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയിൽ, ദേഖ്തേ ഹേ കാണപ്പെടുന്നത്, ആ ഗാന്ധിയായിട്ട് അദ്ദേഹം മാറിയത് ഇങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ओके. आज लिए गए पाठ भाग बार बार पढ़ना. कोई संदेह है तो मुझसे पूछिए. आज का कक्षा में यहाँ समाप्त करती हूँ. धन्यवाद.